ഇന്നിത്തിരി നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം അടുക്കളയിലേക്ക് കയറി. ആദ്യം തന്നെ ജനാലുകളൊക്കെ തുറന്നിട്ട് കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത്ര കാറ്റൊന്നും ഇല്ലായിരുന്നു. കാലത്ത് തന്നെ നല്ല ചൂടായി തുടങ്ങി. രാത്രി നല്ല മഞ്ഞും രാവിലെ നല്ല ചൂടും, നല്ല അന്തരീക്ഷമാണ്. അപ്പോൾ രാവിലെ തന്നെ വേഗം തന്നെ ചായ വെക്കാനുള്ള പരിപാടി നോക്കി. ചായ വെക്കാൻ പാലൊക്കെ വെച്ച് വേഗം ചായ വെച്ചു. പിന്നെ കുറച്ച് മുട്ട പുഴുങ്ങാൻ വെച്ചു. ഇന്ന് രാവിലെ ഇവിടെ പുട്ടും മുട്ടക്കറിയാണ്. ഭൂമിക്ക് പുട്ടുണ്ടെങ്കിൽ മുട്ടക്കറിയാണ് ഇഷ്ടം. കാരണം എരിവുള്ള മുട്ട എന്ന് പറയും. അപ്പോഴത്തേക്ക് ആൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആളെ കുറച്ച് നേരം കൊഞ്ചിക്കലും പിന്നെ അരിക്കലൊക്കെ വേണം. ആദ്യം തന്നെ എണീറ്റ് വരുമ്പോൾ തന്നെ പറയണത് നഴ്സറി പോകണ്ട, ഇന്ന് നഴ്സറി ഉണ്ടോ, ഇന്ന് നഴ്സറി പോകണ്ട എന്നൊക്കെയാണ്. ഇപ്പോൾ ഭയങ്കര മടിയാണ് നഴ്സറി പോകാനായിട്ട്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം മുതൽ സ്കൂളിലേക്ക് ആവും തോറും കുട്ടിക്ക് മടിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ അംഗനവാടിയിൽ എഴുതിച്ചൊക്കെ തുടങ്ങി. അപ്പോൾ ആൾക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ചായ ഉണ്ടാക്കിയ ഏട്ടന് ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ജനാലുകളൊക്കെ തുറന്നിട്ടു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ജനാല തുറക്കൽ തന്നെയാണോ പണിയെന്ന്. എനിക്കിങ്ങനെ കാറ്റും വെളിച്ചമൊക്കെ കയറണം, എല്ലാം തുറന്ന് മലത്തിയിടണം. അതിന് ഞങ്ങളിവിടെ തമ്മിൽ വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാവാറുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സവാള ഗിരിഗിരി അരിയിലോടരിയൽ, അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞു വേഗം മുട്ടക്കറി സെറ്റാക്കാൻ നോക്കി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞാനിന്ന് പരിപ്പ് കുക്കറിലിടുന്നുണ്ട് ഉള്ളി സാമ്പാർ വെക്കാനായിട്ട്. ഉള്ളി സാമ്പാർ വെക്കാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ ഉള്ളി നന്നാക്കൽ ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അങ്ങനെ വേഗം നമ്മൾ ഉള്ളി സാമ്പാറൊക്കെ സെറ്റാക്കി മുട്ടക്കറി സെറ്റാക്കി അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മുട്ടക്കറി അധികം എരിവ് ഇടുന്നത് ഇഷ്ടമല്ല. ഇത് ഭയങ്കര എളുപ്പമുള്ള റെസിപ്പിയാണ്. വേഗം സവാള വാട്ടുക, തക്കാളി ഇടുക, മസാലപ്പൊടികൾ ഇടുക, മുട്ട പുഴുങ്ങിയത് അതിൻ്റെ അകത്തേക്ക് വയ്ക്കുക. ഭയങ്കര എളുപ്പം പിടിച്ച പണിയാണ്. അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ്. അതാകുമ്പോൾ നമ്മൾ എടുക്കുന്നതിന് മുന്നേ കുറച്ച് നേരത്തെ നനച്ച് വെക്കണം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ പൊത്തി വയ്ക്കും. അപ്പോൾ നല്ലോണം ഇങ്ങനെ പറയാം കുറച്ച് പൊടി എടുത്താൽ മതി, നിറച്ച് ഉണ്ടാവുകയും ചെയ്യും, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. തേങ്ങ വെള്ളത്തിൽ ഇങ്ങനെ എന്താ പറയുക കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ഒരു എന്താ പറയുക നല്ല പുട്ടായിട്ട് കിട്ടും. അങ്ങനെ പുട്ട് വെച്ചു. വേഗം അതിൻ്റെ ഇടയിൽ കൂടെ തേങ്ങയൊക്കെ ചിരവി, ഇവിടെ തേങ്ങ നല്ലോണം വേണം, തേങ്ങയൊക്കെ ചിരവി പുട്ടുണ്ടാക്കി. അങ്ങനെ ഓരോരോ പണികൾ വേഗം വേഗം തീർക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും എനിക്ക് ഈ പണികളൊക്കെ തീർത്തിട്ട് വല്ലയിടത്തും പോകാനുണ്ടോ? എവിടെയും പോകാനില്ല. 10 മണിക്ക് മുമ്പ് ആളെ എന്തായാലും വിടണം. അപ്പോൾ അതിന് ശേഷം ഞാൻ വേഗം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതിന് മുമ്പ് ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ വേഗം എടുത്തു വെച്ചു. കൈയോടുകൂടി തന്നെ ഈ പാത്രങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി വേഗം കഴിയും. അതിൻ്റെ ഇടയിൽ കൂടെ ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഭൂമിക്ക് ചട്ടിയും കലവും കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കിപ്പോൾ ചട്ടിയും കലവും കളിക്കലാണ് ഏറ്റവും മെയിനായിട്ടുള്ള പരിപാടി. അങ്ങനെ വേഗം ഒരു പുട്ട് ഇതാക്കി വേഗം ഭൂമിക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ച് വേഗം പുട്ടും മുട്ട